ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലായ AK എക്സ്പ്ലോറിംഗ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഖിൽ. എൻ്റെ പേര് കിരൺ. AK ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെ പേരിൻ്റെ ആദ്യത്തെ ഒരു ലെറ്ററാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇട്ടേക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പ്ലോറിംഗ്സ് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് നമ്മൾ ട്രാവൽ ഉണ്ടാവും, അൺബോക്സിങ്ങുകൾ ഉണ്ടാവും, സർപ്രൈസുകൾ ഉണ്ടാവും, അതുപോലെ റിവ്യൂസ് ഉണ്ടാവും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് പുതിയ പുതിയ അറിവുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കും നിങ്ങളുമായിട്ട്. ഞങ്ങൾ വീഡിയോ എല്ലാം പിന്നെ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ സാധാ ഫോണിലും പിന്നെ ഒരു സെൽഫി സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചാണ് ഞങ്ങൾ കൂടുതലും അങ്ങനെ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഒരു ചെറിയ മൈക്കുണ്ട്, പിന്നെ ഒരു ചെറിയ മൈക്കുണ്ട്. അപ്പം അതിൻ്റെ ഒരു സൗണ്ട് ക്ലാരിറ്റിയും ഒരു ഓഡിയോ ക്ലാരിറ്റിയൊക്കെ പരിമിതികൾ കാണും, കൂടുതലല്ല, അതിൻ്റെയൊക്കെ ഒരു പരിമിതി കാണും. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനനുസരിച്ച് ഞങ്ങളതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല. ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് വീഡിയോ തന്നെയാണ്. അത് വേറെ ആർക്കും അല്ല, കിരണിൻ്റെ വൈഫിനാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഒരു 4 month ആയിട്ടേ ഉള്ളൂ. വൈഫിൻ്റെ പേര് ജോസ്മി എന്നാണ്, ഞാൻ അച്ചു എന്ന് വിളിക്കുന്നു. അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ബർത്ത്ഡേ തന്നെയാണ്. അപ്പം ഞാനും അതിൽ എക്സൈറ്റഡ് ആണ്, കാരണം അവൾക്കൊരു ഗിഫ്റ്റ്, അത് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ കൺഫ്യൂഷനിലായിരുന്നു എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്നുള്ള കാര്യം. അപ്പോൾ കുറേ ആലോചിച്ച് ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഈ കാര്യം എനിക്കും കിരണിനും അല്ലാതെ ഇപ്പോൾ വേറെ ആർക്കും അറിയത്തില്ല. അപ്പം ഞങ്ങൾ അത് വാങ്ങിച്ച് അവർക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പം വണ്ടി നാളെ കിട്ടും. വണ്ടി നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു വീട്ടിലാണ് നമ്മൾ തൽക്കാലം നമ്മൾ രാത്രി വെക്കുന്നത്. കാരണം നാളത്തെ കഴിഞ്ഞാണ് അവളുടെ ബർത്ത്ഡേ വരുന്നത്. അപ്പം ഫസ്റ്റ് ഞങ്ങൾ കേക്ക് മുറിച്ചിട്ടാണ് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കുന്നത്. അപ്പം കേക്കെല്ലാം അറേഞ്ച് ചെയ്ത അഖിലേട്ടയാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവർ അമ്പലത്തിൽ പോകുന്ന സമയത്താണ് ഞങ്ങളത് അവിടെ അറേഞ്ച് ചെയ്യുന്നത്. ഞങ്ങൾ 7:30 ആകുമ്പോൾ അമ്പലത്തിൽ പോകും. അപ്പം അന്നേരത്തേക്ക് ഞാൻ അഖിലേട്ടായി വിളിച്ചെല്ലാം സെറ്റ് ചെയ്യും. ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന ടൈമിൽ അഖിലേട്ടായി ഞങ്ങളത് അറേഞ്ച് ചെയ്യും. അപ്പോൾ ഇവർ തിരിച്ച് കയറി വരുമ്പോൾ സാധാരണ പോലെ നമ്മൾ സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ മുറിച്ച് ആ ഒരു ഫംഗ്ഷനേ ഉള്ളൂ എന്ന് അവൾ വിചാരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി താഴെ നമ്മുടെ അടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോകും. അവിടെ പോയി ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവളറിയാതെ വണ്ടി കൊണ്ടുവയ്ക്കുക, എന്നിട്ട് താക്കോല് കൊടുത്ത് ഇതാണ് ശരിക്കുള്ള സർപ്രൈസ് എന്ന് പറയുന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവളുടെ എക്സ്പ്രഷൻ എങ്ങനെ ആവുമെന്നോ ഞങ്ങളുടെ ഈ എന്താ പറയുന്നത് തീരുമാനങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുമെന്നൊന്നും അറിയത്തില്ല, അറിയത്തില്ല. അപ്പം എന്താണെങ്കിലും നമുക്ക് തുടർന്നുള്ള വീഡിയോകളിലൂടെ നമുക്കത് കാണാം. അപ്പം മച്ചാന്മാരെ, നമ്മുടെ വണ്ടി ഇതാ എത്തിക്കഴിഞ്ഞു. രാവിലെ നമ്മുടെ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട വണ്ടി ഇതാ ഇപ്പം നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം ശരി ചേട്ടാ, ചേട്ടൻ്റെ പേരെന്നായിരുന്നു? അരുൺ അല്ലേ? ആ വൈക്കത്ത് തന്നെയാ? ശരി എന്നാ, ഓക്കെ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ കിരണിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. കിരണും ജോസ്മിയും കൂടെ അമ്പലത്തിൽ പോയേക്കുവാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഇതിനകത്ത് ഡെക്കറേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എല്ലാം സെറ്റാണ്. അവരിനി വരുമ്പോൾ നമ്മൾ കഥ അടച്ചിട്ടേക്കായിരിക്കും. ഞങ്ങളിവിടെ ഉള്ള കാര്യം അവർക്ക് അറിയത്തില്ല, അതായത് ജോസ്മിക്ക് അറിയത്തില്ല. അപ്പം അവർ വന്ന് കയറുമ്പോൾ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് കേക്ക് മുറിച്ചൊരു സർപ്രൈസ് കൊടുക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. ഗൈസ്, അവരിപ്പം വന്നിട്ടുണ്ട്, താഴെ വന്നിട്ടുണ്ട്, കയറി വരികയാണ്. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഹാപ്പി ബർത്ത്ഡേ ടു യു. സാരില്ലടാ.
നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ചീറ്റി പോയിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇവനെ എപ്പോ ഇത് ഏൽപ്പിച്ചാലും ഇതാണ് പരിപാടി. കണ്ടോ വാരി എറിയുവാണിത്. അതെ ഇവന്റെ ആരെ Happy birthday to you. Happy birthday to you. Happy birthday to you. അമ്മയുടെ വക സമ്മാനമാണ്. എങ്ങനെയുണ്ട് ജോസ്ബി? എങ്ങനെയുണ്ട്? പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? അയ്യോ ഇല്ലെന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ കേക്ക് മുറി എല്ലാം കഴിഞ്ഞ് ആ പരിപാടി അവിടെ വെച്ച് അവസാനിച്ചു എന്ന് അവളെ വിശ്വസിപ്പിച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് റോഡിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ ബൈക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ബൈക്ക് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് കാണാം. ഓക്കെ ആണേ. ആ നീ മറ്റേ ഈ കൈ കൊണ്ട് പിടിക്കാവോ ജോസ്മി? ആ ശരി ഓക്കെ ആ അങ്ങോട്ട് നടന്നു പോകും. ആ ആ കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. രണ്ടാമത്തെ സർപ്രൈസ് ആണ്. അവക്ക് എന്നെ വിഷമമെന്നറിയോ? ഓടിക്കാറിയത്. ഈ ഹസ്ബൻഡ് വൈഫിന് ചെറിയ സമ്മാനം. അടുത്ത ബർത്ത്ഡേക്ക് അവള് കാറ് പ്രതീക്ഷിക്കും കേട്ടോ. ഇതിനു വേണ്ടി നമ്മൾ എത്ര പറയുകയാണ്. അപ്പം ബച്ചാന്മാരെ എല്ലാവരും ഞെട്ടിയില്ലേ? ഇതാണ് നമ്മുടെ വൈഫിനുള്ള ആദ്യത്തെ ഗിഫ്റ്റ്. ഇതിനുവേണ്ടി അടിയിൽ പ്രവർത്തിച്ചതാണ് നമ്മുടെ കൂട്ടുകാരുണ്ട്. പരിപാടി അവതരിപ്പിച്ചാലും രഞ്ജേട്ടായി സങ്കീർത്ത വിഷ്ണു. വണ്ടി വെച്ചത് നമ്മുടെ തൊട്ട് മണ്ഡലത്തെ വീട്ടിലാണ്. തൊട്ട് ഞാൻ പറയുന്നുണ്ട്. വണ്ടിയുടെ പേരും ഏഞ്ചൽ ഇട്ടെന്നാണ്. ഇവിടെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ രാവിലെ കാണുമ്പോൾ ഏഞ്ചലിനെ പോലെ ഉണ്ട്. ആണോ? ചെറുതായിട്ടൊന്ന് സുഖിച്ചല്ലേ? നിനക്ക് നീല ഡ്രസ്സ് അല്ലേ നല്ലത് ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീല ഡ്രസ്സ് തന്നെ എടുത്തിട്ടു. ഇനി പോയിരുന്നേ വണ്ടിയിൽ. അപ്പോൾ എൻ്റെ അച്ചുക്കുട്ടിക്കുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. അപ്പോൾ 2 ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് ആളിത്രയും പ്രതീക്ഷയില്ല. അതാണ് നമ്മുടെ ഏഞ്ചൽ എഡ്. കിട്ടിയതിൻ്റെ വിഷമമാണ് കരയുന്നത്. വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. അവളെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് പുള്ളിക്കാരുടെ അതിൻ്റെ ഇത് ചോദിക്കാം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചായിരുന്നു എന്തെങ്കിലും ഒരു ഐറ്റം ഇങ്ങനെ? ഇല്ലില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഓടിക്കാൻ പഠിക്കുന്നുണ്ട്. എല്ലാം റിമോട്ടെ ഓടിക്കോളൂ. നീ കയറി ഇരുന്നാൽ മതി. മുണ്ടാക്കുന്നൊക്കെ പറഞ്ഞാൽ മതി. ഇഷ്ടപ്പെട്ടോ? വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല. നമ്മൾ കേക്ക് മുറിക്കാൻ നേരം ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വൈഫിന് കൊടുത്തായിരുന്നു. അപ്പം ഇത് അവൾക്ക് തന്നെ പൊട്ടിക്കാൻ കൊടുത്തേക്കുവാണ്.
എനിക്ക് മനസ്സിലുണ്ട്. എന്നതാ എന്നാ നിക്ക് അമ്മയ്ക്ക് മനസ്സിലല്ല എന്നതാ മനസ്സിലല്ല മോതിരോ? അല്ലേ പാവ? ഞാൻ ആദ്യം പാവന്നാണ്. അല്ലെ മുട്ട? അത് സ്പെയർ കീ, ഇത് രണ്ടാമത്തെ വണ്ടിയുടെ അതാണ്. ഇത് തന്നിട്ട് ആദ്യം പൊട്ടിക്കല്ലെന്ന് പറഞ്ഞത്. കീയാന്ന് പറഞ്ഞാലും ശരിയായോ മറന്നു. അഡീഷണൽ കീ ആണ് മച്ചാന്മാരെ. അപ്പം മച്ചാന്മാരെ നമ്മുടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേഷൻ കഴിഞ്ഞ് അതിൻ്റെ ഒരു മൂഡിൽ ഇരിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ രാവിലെ മുതൽ നല്ല മഴയായിരുന്നു ഇവിടെ. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഉദ്ദേശിച്ച സമയത്തൊന്നും ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കയ്യിൽ നിന്ന് പോയില്ല ഭാഗ്യത്തിൽ. എങ്ങനെയൊക്കെയോ ഞങ്ങൾ അത് വീഡിയോ റെക്കോർഡ് ചെയ്തു എന്ന് വേണം പറയാൻ. പിന്നെ ആദ്യം പറഞ്ഞത് തന്നെ നമ്മൾ ഫോണിലാണ് ചെയ്യുന്നത്. തന്നെ ഈ കുഞ്ഞൊരു മൈക്കിൻ്റെ സപ്പോർട്ട് മാത്രമല്ല, അതുകൊണ്ട് ഓഡിയോ നമുക്ക് ക്ലിയർ ആയിട്ട് പല പ്രാവശ്യം കിട്ടിയിട്ടില്ല. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. നമ്മൾ തുടർന്നുള്ള രീതിയിൽ ഇതെല്ലാം നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. അതിന് നിങ്ങളെല്ലാം ഒരു നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടെ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ എത്തിക്കാണാവുന്നതാണ്. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും ഞങ്ങളുടെ താങ്ക്സ്.